പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം. വി.ഡി. സതീശൻ ഇപ്പോൾ നന്നായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മിക്കവാറും വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും. കാരണം അവിടെ കേരളത്തിൽ മലബാർ ജില്ലയിലുള്ള എല്ലാവരും വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. നമ്മളെല്ലാവരും സയൻസ് പഠിച്ചിട്ടുള്ളത് ഭൂമി ഉരുണ്ടതാണെന്നായി തന്നെയായിരുന്നു. അപ്പോൾ അത് ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ച കാര്യം തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക പുസ്തകത്തിൽ ഭൂമി പരന്നതാണെന്നുണ്ട്. ഇപ്പോൾ അത് ഭൂമി ഉരുണ്ടതാണെന്ന് ഈ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ആ പുസ്തകത്തിലുണ്ടെന്ന് നിരൂപിച്ചുകൊണ്ട് വി.ഡി. സതീശനൊക്കെ വളരെ ഇത് ചെയ്യുന്നുണ്ട്. അതോ വി.ഡി. സതീശൻ അവരെ ട്രോളുവാണോ എന്ന് നമുക്കറിയുന്നില്ല. എന്തൊക്കെയാലും ഒത്തിരിയും മണ്ടത്തരങ്ങളും ഒത്തിരിയും പൊട്ടത്തരങ്ങളും ഇങ്ങനെ എഴുതി വെച്ച് ചില പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ട് അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ ഈ മൃഗങ്ങളെ കൊല്ലുന്ന രീതി, നമ്മളൊക്കെ നമ്മുടെ ഹിന്ദു രീതി പ്രകാരം ഈ ഒരു ഏത് മൃഗത്തിനെ ഏത് കോഴിയോ താറാവോ എന്തോ ആകട്ടെ, മൃഗങ്ങൾ എന്തോ അതിനെ കൊല്ലുമ്പോൾ അതിനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം അവരെ കൊല്ലുന്ന അവർക്ക് ആ വേദന അനുഭവിക്കാത്ത രീതിയിലാണ് നമ്മൾ അവരെ കൊല്ലുന്നത്. കാര്യം ഒറ്റ അറക്കലിന് അതിനെ കൊന്നിരിക്കണം. ഇപ്പം നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ബലി ചെയ്യാനായിട്ട് ആടിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതിനെ കുറേ നേരം എന്തെങ്കിലും സാധനങ്ങൾ കുടിപ്പിച്ചിട്ട് അതിനെ ഇങ്ങനെ കിറുക്കി കറക്കി അവരുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥ ചെയ്യുമ്പോൾ അവർക്ക് ആ വേദന അനുഭവപ്പെടത്തില്ല. അതിന് പകരം വേറൊരു ഗ്രൂപ്പുകാർ ചെയ്യുന്നത് ഇതിനെ ശകലം വെട്ടിയിടും, കഴുത്തിൻ്റെ ഭാഗത്ത് കുറച്ച് വെട്ടിയിട്ട് അവിടുന്ന് ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കും. ഇതുങ്ങൾ മരണപ്രാളം കൊണ്ട് പിടയുവാണ്. അത് പശുവിനെ നമ്മൾ കാണുന്നുണ്ട്. പശുവിനെയും കാളയും പോത്തിനെയൊക്കെ ഈ ഹാമർ കൊണ്ട് തലക്കടിച്ച് അതിനെ കുറേ നേരം കഴിയുമ്പോൾ അത് പടച്ച് മരിച്ച് വീഴുവാണ്, ചത്തു വീഴുവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴിയാണേലും പകുതി അറുത്തിട്ട് അതിനെ ഇങ്ങനെ പിടഞ്ഞ് മരിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക ഹോർമോൺ, അത് ശരീരത്തിന് ഹാനികരമായ ഒരു ഹോർമോൺ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഹോർമോൺ നമ്മുടെ ശരീരത്തിന് അത് വിഷമാണ്, പോയിസണാണ് ആ ഹോർമോൺ. അത് വളരെ മാരകമായ പോയിസൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് നമ്മൾ കഴിക്കുന്നത്. അതപ്പോൾ എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതെ, അതിനുള്ള സാഹചര്യം കൊടുക്കാതെ ഈ പ്രാണികളെ കൊന്നു കഴിക്കുക, അതാണ് ശരീരത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. നമുക്കത് വിഷാംശം ഇല്ലാത്തത്. അത് തന്നെ സയൻറ്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സയൻറ്റിഫിക്കലി ആക്ച്വലി ഇറ്റ് ഈസ് പ്രൂവൺ. അത് കാരണം നമുക്ക് അത് വിശ്വസിച്ച് നമ്മുടെ ഹിന്ദു പ്രകാരം, ആചാരപ്രകാരം, രീതി പ്രകാരം അതിനെ ഒരു മൃഗത്തിനെ കൊല്ലുമ്പം അതിൻ്റെ ആഹാരം കഴിക്കുന്നതിന്, ആ മാംസം നമുക്ക് ആഹാരമാക്കി കഴിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതിന് പകരം ഈ രീതിയിലൊരു മൃഗത്തിനെ ഏതിനെ കൊന്നാലും അത് എത്രത്തോളം അതിൻ്റെ ശാപവും അതൊരു ക്രൂര ലെവലിലോട്ട് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നു. ഒരു ഹാമർ കൊണ്ട് തലക്കടിച്ച് അടിക്കുമ്പോഴും ആ 2-3 അടി അടിക്കുമ്പോൾ ആ ജീവിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് അത് പടച്ച് പ്രാണഭയത്തിൽ ജീവപ്രപ്രാളത്തിന് കടന്ന് ഓടി അത് താഴെ വീഴുന്നു. അത് വളരെ ഡേഞ്ചറസായ ഒരവസ്ഥയാണ്. അപ്പം ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത സയൻസിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. അതെത്ര സയൻസിനെ കൂട്ടുപിടിച്ചാലും അത് തെറ്റാണ്. അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഈ ആഴക്കടലിൽ ഉള്ളതിനെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ ആരിഫ് ഹുസൈനൊക്കെ പറഞ്ഞിരുന്നത് ആഴക്കടലിൽ ഇരുട്ടല്ല വെളിച്ചമുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ആഴക്കടലിലൊക്കെ ചില മത്സ്യങ്ങൾക്ക് പോലും ലൈറ്റിൻ്റെ ഒരു ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ചില മത്സ്യങ്ങളിൽ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് വെട്ടം കാണുന്നതിന് വേണ്ടി. അപ്പോഴവിടെ ഇരുട്ടായിട്ടാണല്ലോ അവിടെ വെട്ടത്തിൻ്റെ ഒരു ആവശ്യം വന്നത്. അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് കാണുന്നതല്ല എല്ലാ മണ്ടത്തരങ്ങളും സയൻസ് പരമാണെന്ന് വിശ്വസിക്കുക എന്നുള്ളത് വളരെ തെറ്റായൊരു കാര്യമാണെന്ന്. എന്തൊക്കെയാലും കുറേ ആളുകൾ നന്നായിട്ട് മലയാളത്തിൽ പറഞ്ഞ് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി. ഓക്കെ, ആര് വേണേലും മുഖ്യമന്ത്രി സ്ഥാനത്ത് വരട്ടെ. പക്ഷേ നല്ലൊരു ഭരണം കാഴ്ചവെച്ച് ജനങ്ങൾക്ക് നല്ലൊരു ജീവിത രീതി, നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, നാടിനെ നന്നായിട്ട് ഭരിച്ചുകൊണ്ട്, ഏത് പാർട്ടിപ്പെട്ട ആരാണേലും നല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കുക. അത് മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവരും നന്ദി, നമസ്കാരം.